അപ്പോൾ നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് മുഹമ്മ വരെ പോകണ്ട, നമ്മുടെ പി കെ കവലെ കിഴക്കായിട്ട് വരും സ്പോട്ട് വരുന്നത്. നമ്മുടെ എലിപ്പനം ഷാപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കാണുന്ന പാടമാണ്. അപ്പോൾ ഈ കാണുന്ന പാടത്ത് നിന്നൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി വരാൽ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ ചാലിനകത്ത് പാറ്റയൊക്കെ ഇട്ട് നമ്മുടെ കഴിച്ചുകൊണ്ട് ഇടുവാണെങ്കിൽ സ്പോട്ടിൽ വരാൽ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അതൊക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയി, പിന്നെ അത്യാവശ്യം പുല്ലും പിടിച്ചിട്ടുണ്ട് മൊത്തം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രോഗ് വലിക്കാനുള്ള. അപ്പോൾ ആ ഗ്യാപ്പ് നോക്കി നമ്മൾ പോകുവാണ്. ഇപ്പം നിലവിൽ അത്യാവശ്യം പാടമൊക്കെ നല്ല അടിപൊളി, നല്ല കളർഫുള്ള്. പിന്നെ വൈകിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. നല്ല അടിപൊളി വ്യൂ പോയിൻ്റുള്ള സ്ഥലം കൂടാണ് നമ്മുടെ ഈ ഷാപ്പിൻ്റെ കിഴക്ക് വശത്തെ പാടം. ഇവിടെ തന്നെ നമുക്ക് തെക്കേ സൈഡിലേക്കും പോകാൻ പറ്റും, വടക്കേ സൈഡിലേക്കും പോകാൻ പറ്റും. രണ്ട് സൈഡിലും പാടമാണ്. ഇതേപോലെ റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പം പിന്നെ ചൂണ്ടയിടാനായിട്ട് ഇപ്പം ഞാനുണ്ട്, പിന്നെ അങ്ങോട്ട് മാറി കുറച്ച് പിള്ളേർ ഇപ്പോൾ ഉണ്ട്. പിന്നെ പാടത്തിൻ്റെ തെക്ക് വശത്തായിട്ട് കുറച്ച് പേര് അവിടെയുണ്ട്. പിന്നെ ആ വഴി നേരെ അങ്ങോട്ട് നമുക്ക് കുറച്ച് നടന്നു പോകാം. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പിള്ളേരും വലിയവരൊക്കെ ആയിട്ട് നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വൈകിട്ട് ഞാനും വൈഫും കൊച്ചുമൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും വരുമല്ലേ എന്ന് വെച്ച് ചൂണ്ടയും കയ്യിലെടുത്ത്. അപ്പം എന്തായാലും കിട്ടിയാലാവട്ടെ, അപ്പോൾ അതുകൂടെ ആകുമല്ലോ, അങ്ങനെ ഇറങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ല, എന്തായാലും നല്ലൊരു ഗ്യാപ്പാണ്. അപ്പം നമ്മളിവിടെയൊക്കെ ആയിട്ട് കുറേ നേരമായിട്ട് എറിഞ്ഞ്, പക്ഷേ സംഭവമൊന്നും ഇതുവരെ ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നേ ഇതിൽ മീനൊക്കെ നന്നായിട്ടില്ല, എല്ലാം മറ്റേ പാടത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ സ്ട്രൈക്ക് അധികം കിട്ടാത്തത്. അത്യാവശ്യം തവളയും വെട്ടിലും എല്ലാം തീറ്റ അതിനകത്ത് കിടപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ തോട്ടിലൊക്കെ നമുക്ക് ചെറിയ ഗ്യാപ്പും, പിന്നെ ഈ തോടിൻ്റെ അപ്പുറത്തൊരു സ്പോട്ടുണ്ട്, അതായത് ഈ തോടിൻ്റെ നേരെ തൊട്ടപ്പുറത്തും ഒരു പാടമാണ്. അപ്പോൾ അവിടെയൊക്കെ മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പുറം വഴി കറങ്ങി പോകണമെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ നമ്മൾ നോക്കി. അപ്പോൾ എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് എറിയുന്നുണ്ട്, പക്ഷെ ഒന്നും കാര്യമായിട്ട് തടഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഭാഗ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയതായിട്ടൊരു സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ പിന്നെയും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങാനും അടിച്ചാലോ എന്ന് ഓർത്ത്. അപ്പോൾ അവിടെ കുറച്ച് തെളിഞ്ഞ് കിടപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. പക്ഷേ അടിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് എറിഞ്ഞ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ആകെ കിട്ടിയ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഗ്യാപ്പിൽ നിന്ന് ഒരെണ്ണം കിട്ടിയത്, ഒരു സ്ട്രൈക്ക് കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി ആരെങ്കിലും ഇവിടെ ചൂണ്ടയിടാനായിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ വരണമെന്നില്ല. ഇച്ചിരൂടെ ഒന്ന് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയിക്കഴിയുമ്പോൾ വരുന്നതായിരിക്കും നല്ലത്. ഇപ്പം വലിയ രക്ഷപ്പാടൊന്നും ഇല്ല. അപ്പോൾ ഇതുവഴി നേരെ പോകുമ്പോഴത്തേക്കേ ഇത് അറ്റത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് പണി പാളി. അത് കണ്ട, എന്നെപ്പോലെ തന്നെ ഇടാൻ വന്ന വേറെ ആരാണ്ട് അവിടെ നിന്ന് പിള്ളേർ നല്ല എറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവന്മാരുടെ ഇടയ്ക്ക് കയറി ഞാനും വെറുതെ എറിഞ്ഞ് കുളവാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. വെറുതെ ഇനി അവിടെ പോയി ശോകമാക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ആ സ്ട്രൈക്ക് കിട്ടിയ സ്പോട്ടിൽ വന്ന് പിന്നെ കുറച്ചുകൂടെ എറിഞ്ഞ്. പിന്നെ ഇവിടെ കുറച്ച് നേരം കൂടെ എറിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് നിന്ന്, പക്ഷേ അടിയൊന്നും പിന്നീട് കിട്ടിയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് തിരിച്ചു പോന്നു. ഇതൊന്നും കിട്ടുന്നില്ല.
ഇന്നത്തെ ദിവസം നമുക്ക് നിലവിൽ ആ ഒരു സ്ട്രൈക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ വേറെ മീനൊന്നും കിട്ടാത്തത് കൊണ്ടും പിന്നെ നമ്മൾ കുറേ നേരം ഇവിടെ നടന്ന്. അപ്പോൾ ഇനി നാളെ തിരിച്ചു പോവുക. അപ്പോൾ ശരി.